ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ മുട്ടക്കറിക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന അപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. ഇത് കപ്പിയൊന്നും കാച്ചാതെ ഞാൻ ഉണ്ടാക്കിയ അപ്പമാണ്. നല്ല ലേസൊക്കെ ഉള്ള അപ്പമാണ് കേട്ടോ. നല്ല ലേസൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തേത്. നല്ല സൂപ്പർ മുട്ടക്കറി, നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ. അപ്പോൾ ഈ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഞാൻ അപ്പത്തിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല, മുട്ടയുടെ മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സവോളയുണ്ട്, ഒരു വലിയ തക്കാളി ഉണ്ട്, 4 പച്ചമുളകുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇതിൻ്റെ അരപ്പിന് ഒരു 1/2 കപ്പ് തേങ്ങ, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒരു 8-10 ഉണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമുണ്ട്, 1 ടീസ്പൂൺ കുരുമുളകുണ്ട് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. മുട്ട വറുക്കാനുള്ള പാൻ ചൂടായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടു. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയൊന്ന് മൂത്ത് തന്നെ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കുറച്ചാണ് മുട്ട റെഡിയായി വന്നിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. മുട്ട ഞാൻ മാറ്റിയിട്ട് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് എടുത്തിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കും. സവാള നല്ലതുപോലെ ഒന്ന് വഴങ്ങി വരണം. സവാള ഒന്ന് വാടി വരട്ടെ. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ 4 പച്ചമുളക് എടുത്തു, ഇപ്പോൾ 2 എണ്ണം ഇടുന്നില്ല കേട്ടോ. 2 പച്ചമുളക് ഇട്ടു. കറിവേപ്പില, സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു നല്ലതുപോലെ ഒന്ന് കഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളികൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വെച്ചാൽ ഉടനെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിനാവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട്
ഇത്രയൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൂടെ മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തോടെയാണ് കേട്ടോ. ഉടഞ്ഞ തക്കാളി തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ടല്ലോ, ആ തൈര് കൂടി നട്ട് ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. മൂത്ത് വരട്ടെ. ഇങ്ങനെ അരപ്പൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞങ്ങളുടെ വെള്ളം പ്രത്യേകം ചേർക്കുന്നില്ല, അരപ്പ് വെള്ളമുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കുറുകിയിരിക്കുകയാണ് കേട്ടോ, അല്ല കുറുകുറാന്നിരിക്കുന്ന ഗ്രേവിയാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ്. കണ്ടാൽ അറിയാലോ, നല്ല കുറുകിയ ഗ്രേവിയാണ് കേട്ടോ. സമയം നമുക്ക് ഉപ്പൂടി നോക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ട് ഉപ്പ് കറക്റ്റായിരുന്നു. ഇനി ഉപ്പൊന്നും വേണ്ട, ഒന്നുകൂടെ ഒന്ന് തിളച്ച് വെക്കാം, നല്ലതുകൂടെ ഒന്ന് തിളക്കട്ടെ. കറി അങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുട്ടയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടു. അങ്ങനെ നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി അങ്ങനെ തയ്യാറായിട്ടുണ്ട് കേട്ടോ.